ശൈത്യമായ കാലാവസ്ഥയിൽ അയോധ്യയിലേക്ക് പോകുന്ന ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ മതനിരപേക്ഷ ഭാരതത്തിൻ്റെ ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയായിരുന്നു ആ യാത്രയെന്ന് ഒരിക്കലും നനച്ചിരുന്നില്ല. രണ്ടാമത്തെ നെടുന്തൂണിനെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അയോധ്യ വിധിനായത്തിന് അലകും പിടിയും സമ്മാനിച്ച മുൻ മുഖ്യനായാധവൻ ചന്ദ്രചൂഡ് പറയുകയാണ്, ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞത് പണിതത് ഒരു ക്ഷേത്രം പൊളിച്ചിട്ടാണ്, അത് വിധിനായത്തിൽ ഞങ്ങൾ പറയുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത ശ്രീനിവാസ് ജെയിൻ എന്ന് പറഞ്ഞ NDTVയിലെ മുൻ പത്രപ്രവർത്തകൻ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങളുടെ വിധിനായത്തിൽ, താങ്കൾ തയ്യാറാക്കിയ വിധിനായത്തിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല. മാത്രമല്ല, അമ്പലം പൊളിച്ചാണ് പള്ളി പണിതത് എന്നുള്ള ഒരു തെളിവും നമ്മുടെ മുമ്പിൽ ഇല്ല എന്നാണ് ആ വിധിനായം പറയുന്നതെന്ന് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പോലും ആ മുഖ്യനായാധിപൻ ആ വിധിനായത്തിന്റെ പ്രസക്തമായ തലങ്ങളിലേക്ക് പോകാൻ തയ്യാറായില്ല. ജുഡീഷ്യറി എത്ര കണ്ടു മാറി. ഇനി എക്സിക്യൂട്ടീവിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രിയെ കുറിച്ച് ഹർഷകുമാർ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഇന്നേ വരെ ഒരു പത്രസമ്മേളനവും നടത്താത്ത ലോകത്തിലെ ഏക ഭരണാധികാരി നരേന്ദ്രമോദിയാണെന്ന് മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചൊക്കെ പറയാം. അദ്ദേഹം എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ചോദ്യം ചോദിക്കുന്ന പത്രക്കാരനെ യു ആർ സ്റ്റുപ്പിഡ് എന്നൊക്കെ പറയാനുണ്ട്. അതൊക്കെ അത് വേറെ കാര്യമാണ്. പക്ഷേങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നിന്നു കൊടുക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് മേനി നടിക്കുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മദർ ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ 10 വർഷക്കാലം ഒരു പത്രസമ്മേളനവും നടത്തിയിട്ടില്ല. നെഹ്റു മുതൽ ആദ്യത്തെ പ്രധാനമന്ത്രി മുതൽ അദ്ദേഹത്തിന്റെ തൊട്ടു മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രി വരെ എത്രയോ എണ്ണമറ്റ മാധ്യമ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പ്രധാനമന്ത്രിമാരുടെ ഒപ്പം പല സ്ഥലത്തും സഞ്ചരിച്ചിട്ടുണ്ട്, വിദേശത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ എന്താണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ ഒരു 20-25 മാധ്യമപ്രവർത്തകരെ അദ്ദേഹം കൂടെ കൂട്ടും. ഞാൻ 2-3 വട്ടം അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ കൂടെ പോയിട്ടുണ്ട്. പോകുന്ന സമയത്ത് പ്രധാനമന്ത്രി ഫ്ലൈറ്റിന്റെ മുൻ സീറ്റിലിരിക്കും. എന്നിട്ട് പത്രപ്രവർത്തകരോട് പറയും, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാൻ പറയും. അവർക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കും. 1 മണിക്കൂർ നേരം പലതരത്തിലുള്ള ചോദ്യങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ആ വിദേശ രാജ്യത്ത് എത്തിക്കഴിയുമ്പോൾ വിദേശ രാജ്യത്തെ ഭരണാധികാരിയുമായി സംയുക്ത പത്രസമ്മേളനം നടത്തും. തിരഞ്ഞെടുക്കപ്പെടുന്ന പത്രപ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇതും കഴിഞ്ഞ് അദ്ദേഹം മടങ്ങുമ്പോൾ വിമാനത്തിൽ വെച്ച് അദ്ദേഹം ഒരിക്കൽ കൂടി മാധ്യമപ്രവർത്തകരെ കാണും. അദ്ദേഹം ഏതെങ്കിലും സംസ്ഥാനം സന്ദർശിക്കുകയാണെങ്കിൽ അവിടെയുള്ള പത്രപ്രവർത്തകർക്ക് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ടാകും. ഇതുകൂടാതെ ഒരു ദേശീയ പത്രസമ്മേളനം ഒരു തവണയെങ്കിലും ഒരു വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ നടത്തിയിരുന്നു. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നാഷണൽ പ്രസ് മീറ്റ് എന്നുള്ള പേരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായിട്ട് 2 മണിക്കൂറോളം സമയം ചെലവഴിക്കുന്നു. വൈവിധ്യമാർന്ന ചോദ്യങ്ങൾ, സമൂഹത്തിന്റെ വിവിധ വശങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ചോദ്യങ്ങളോട് അദ്ദേഹം സർഗാത്മകമായി പ്രതികരിക്കും. ഇന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് പോലും അദ്ദേഹം മറുപടി പറയാൻ സന്നദ്ധനാകുന്നില്ല. ഞാൻ അദ്ദേഹം പാർലമെന്റിൽ ചെലവഴിക്കുന്ന സമയത്തെക്കുറിച്ച് കണക്കൂട്ടി നോക്കി. പണ്ടൊക്കെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പാർലമെന്റിൽ മഹാനായ AKG ഒക്കെ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം കാത് കൂർപ്പിച്ചിരിക്കും. AKGയോട് പറയും, കൈകൊണ്ട് കാണിക്കും, കുറച്ചുകൂടി സംസാരിക്കൂ. അത് കഴിഞ്ഞ് അദ്ദേഹം സ്പീക്കറോടോ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാനോടോ നെഹ്റു പറയും, ഒരു കാര്യം ചെയ്യൂ,
അങ്ങ് പ്രതിപക്ഷ നിരയിലെ അംഗങ്ങൾക്ക് കുറച്ചുകൂടി സമയം നൽകൂ. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ പറയും, അവർക്കുള്ള സമയം കഴിഞ്ഞു. അപ്പോൾ നെഹ്റു പറയും, എൻ്റെ പാർട്ടിക്കാര് പറയുന്നത് എനിക്ക് ഹൃദ്യമായി തോന്നുമെങ്കിലും അത് രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കില്ല. ഒരുപക്ഷെ ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകണമെങ്കിൽ പ്രതിപക്ഷ നിരയിലെ അംഗങ്ങൾ സംസാരിക്കണം. അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഞാൻ എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്നും സഭയുടെ രേഖകളിലുണ്ട്.